ചോദിക്കട്ടെ, ഇങ്ങനെ അല്ലാഹു ബഹുമാനിച്ച മുഴുവനുകളെയും നിസ്സാരപ്പെടുത്തുന്ന ഒരു കക്ഷി ഈമാനോടെ ഭരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? അതിന് വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് പേരോടിന്റെ വകയിലല്ല. സഹീഹുൽ ബുഖാരിയിലെ ആവർത്തിച്ചുള്ള ഹദീസാണ്. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ, സുന്നി എന്ന ആദർശത്തിൽ നിന്ന് പുറത്തു പോയാൽ, മൻ അഹദസ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല. ഈ നിലക്കുള്ള ഈ ഇൻസൾട്ടാക്കുന്ന പദ്ധതിക്കാരനായ പുത്തനാശയക്കാരനെ, അമ്പിയാക്കളെയും മൗലിയാക്കളെയും നിസ്സാരപ്പെടുത്തുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെ ഇൻസൾട്ടാക്കുന്നവരെ, ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറും മുബ്തദിയുമായി പ്രഖ്യാപിക്കുന്നവരെ ആരെങ്കിലും പിന്തുണച്ചാൽ സ്വന്തം സുന്നി തന്നെ, പക്ഷെ അവരെ പിന്തുണക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവർക്ക് അഭയം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായി പോയാൽ സുന്നിയാണെങ്കിൽ തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരേ അർത്ഥത്തിൽ കൂട്ടിയിട്ടാ പറയുന്നത്. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിയെ കൂട്ടിപ്പിടിച്ചാൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, പുതിയ ആശയക്കാരന് അവൻ ആവശ്യമുള്ള ഒത്താശ ചെയ്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇത് പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ഉദ്ധരിക്കുകയാണ് ഈ സാധുവായ ഞാൻ. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഈ പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറയാൻ നീ അവസരം തന്നു. അൽഹംദുലില്ലാഹ്, അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ കാരണത്താൽ ഈ നാവിലും അത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല. അവൻ 5 നേരം നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ റമളാൻ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ സകാത്ത് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകരുതെന്ന അങ്ങേയറ്റത്തെ നിർബന്ധം കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം വകവെക്കാതെ, സ്വന്തം ശരീരത്തിന് ഏറ് കിട്ടുന്നത് ശ്രദ്ധിക്കാതെ, സ്വന്തം ശരീരത്തിന്റെ മുമ്പല്ല് പൊട്ടിത്തെറിക്കുമ്പോ അത് വകവെക്കാതെ, അവിടുത്തെ തലപൊട്ടി ചോര ഒലിക്കുമ്പോ അതിന് വില കൽപ്പിക്കാതെ ഈ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചോരയില്ലതാ ശത്രുക്കൾ മുക്കിയപ്പോഴും ക്ഷമിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തിയ റഹ്മത്തുല്ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, ആഖിദു ഐദീനാ وملجونا
ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ ലഅനത്ത് ലഭിക്കാതിരിക്കാൻ അറിയാമല്ലോ സുഹൃത്തുക്കളെ. അതേ ആദം നബിയെ ഇൻസൾട്ടാക്കിയ ഇബ്ലീസിനോട് ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ലഅനത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത്. ആ അല്ലാഹുവിന്റെ ലഅനത്തിന് കാരണമാകാതിരിക്കാൻ, അമ്പിയാക്കളെയും മലക്കുകളെയും ലഅനത്തിന് പാത്രമാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ ഖൽബിൽ ഓർമ്മ വേണേ. ഈമാൻ അല്ലാഹു തന്ന സമ്പത്താണ്. അത് നശിച്ചാൽ അതിന് പകരം മറ്റൊന്ന് ലഭിക്കാനില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദിയാ ഹബീബി ഹബീബി സലാം അലൈക് യാ ഉൻസൽ ഗരീബി സലാം അലൈക് യാ ഉൻസൽ ഗരീബ്. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فيا خسارة نفس في تجارتها لم تشتر الدين بالدنيا ولم تسمي. ومن يبع آجلا منه بعاجله يبن له الغبن في بيع وفي سلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകൾ, മറ്റ് സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ലോകത്തിന്റെ മുഴുവനും സ്രഷ്ടാവും അധിപനുമായ
മലിക്കുൽ മുലൂക്ക്, സർവരാജാക്കന്മാരുടെയും രാജാവായ, അഹ്കമുൽ ഹാക്കിമീൻ, സർവവിധികർത്താക്കളുടെയും വിധികർത്താവായ, ഖാലിഖും മാലിക്കുമായ അല്ലാഹ്, അവന്റെ കോടിക്കണക്കായ വിവിധങ്ങളായ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടികളാണ് മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച അവന്റെ ഹബീബായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നത് തന്നെ മതി മനുഷ്യ സമുദായത്തിന് അഭിമാനിക്കാനും മനുഷ്യ സമുദായത്തിന്റെ ശ്രേഷ്ഠത ഏത് സൃഷ്ടികൾക്കും ഗ്രഹിക്കാനും ഉള്ള തെളിവ്. ആ മനുഷ്യരിൽ രണ്ട് വിഭാഗം ഉണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യൻ വെറും ബീജമായിരുന്ന സന്ദർഭം കഴിഞ്ഞുപോയിട്ടുണ്ട്. മനുഷ്യൻ കളിമണ്ണായിരുന്ന സന്ദർഭം കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യനെ പൂർണ്ണ മനുഷ്യനായി ലോകത്ത് കൊണ്ടുവരുന്നതോടുകൂടി ഇന്നാ ഹദീനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഒരു വിഭാഗമായും നന്ദി കാണിക്കാത്ത മറ്റൊരു വിഭാഗമായും മനുഷ്യനെ രണ്ട് വിധത്തിൽ അല്ലാഹു വഴിതിരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നഹ്മദുക അല്ലാഹുമ്മ യാ അല്ലാഹു യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മെ ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റിന്, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക്, ബ്രിട്ടനിലെ ഭരണാധികാരിക്ക്, അങ്ങനെ തുടങ്ങി ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന വലിയ വലിയ രാഷ്ട്രത്തലവന്മാരിൽ പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലാത്ത ഈമാനിന്റെ അനുഗ്രഹം സാധുക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. അതിന് എത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാകുന്നതല്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ അല്ലാഹ്. ആ ഈമാനിന്റെ അനുഗ്രഹം നൽകിയ രാജാവിനോട് നമുക്ക് എപ്പോഴും താണുകേട് പറയാനുള്ളത് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹിമുസ്സലാത്തു വസ്സലാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകൻ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ, അസൂയക്കാരുടെയും എതിരാളികളുടെയും സ്വന്തം സഹോദരന്മാരുടെയും എല്ലാ മർദ്ദനങ്ങളും അതുപോലെ അസൂയയുടെ പേരിലുള്ള പീഡനങ്ങളും എല്ലാം അനുഭവിച്ച് അവസാനം പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ ഭരണാധികാരം നൽകി, ഉന്നതമായ പദവി നൽകി. അതോടുകൂടെ തന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ ആ എറിഞ്ഞ പൊട്ടക്കിണറ്റിൽ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് അതാ മരിച്ചു പോകണം എന്ന നിലക്ക് വീണ്ടും അക്രമം അഴിച്ചുവിട്ട
പോകട്ടെ, അതിലൂടെ വഴി നടന്നു പോകുന്നവർക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഇറക്കിയ കയറിന്റെ മേലെ പിടിച്ചു തൂങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ മേൽഭാഗത്തെത്തിയപ്പോൾ ഇത് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് ശുദ്ധമായ കളവ് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചില്ലിക്കാശിനി വിറ്റ്, എന്നിട്ടും അതാ പക തീരാതെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുത്തി പലപ്പോഴും സംസാരിച്ചിരുന്ന എതിരാളികളായ അസൂയാലുക്കളായ സഹോദരന്മാർ, ആ സഹോദരന്മാർ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം തേടി വന്നപ്പോൾ അവരോട് ഒരു പകയും കാണിക്കാതെ, ഒരു വിദ്വേഷവും പ്രകടിപ്പിക്കാതെ, അവരെ മനസ്സ് കുത്തി വേദനിപ്പിക്കാതെ, ഒരു നയാകാശം വാങ്ങാതെ മാന്യമായി ഭക്ഷണം കൊടുത്തു തിരിച്ചേക്കുകയും ബാപ്പയെ, അതേ വീട്ടിലുള്ള മറ്റുള്ളവരെ മുന്നിലെത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ഹിക്മത്തുകൾ പ്രയോഗിച്ച് എല്ലാവരും സദസ്സിലെത്തി, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ആക്രമിച്ചവരോട് യാതൊരു കംപ്ലൈന്റുമില്ല, മർദ്ദനം അഴിച്ചുവിട്ടവരോട് പകരം ചോദിക്കലില്ല, അതേ തെറ്റ് ചെയ്തവരോട് അങ്ങോട്ട് അതേ നിലക്ക് പ്രതികരിക്കലില്ല. അതൊക്കെ പടച്ച റബ്ബിന്റെ ഖദറനുസരിച്ച് അതേ എന്റെ സഹോദരന്മാരെയും എന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി, എന്നെയും സഹോദരന്മാരെയും അകറ്റാൻ വേണ്ടി പിശാച് നടത്തിയ പ്രവർത്തനങ്ങളാണ്, അതിനൊന്നും പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായ മനസ്സോടെ സഹോദരന്മാരെയും കുടുംബത്തെയും സ്വീകരിച്ച, വളരെ സ്തുത്യർഹമായ സ്വഭാവം പ്രകടിപ്പിച്ച, അത്യുന്നതമായ നിലവാരം പുലർത്തിയ, മാനുഷിക മൂല്യം 100% ജീവിതത്തിൽ പകർത്തിയ, മാനവികതയെ ഉണർത്തിയ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിച്ചു. നമുക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത് അതിനു വേണ്ടി തന്നെയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്തൊരു പ്രാർത്ഥനയാണത്! ആദ്യം തന്നെ അധികാരസ്ഥനായ റബ്ബിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് അടിമത്വം പ്രകടിപ്പിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥൻ, ലോകത്തുള്ളത് മുഴുവനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയ ലോകത്തിന്റെ രക്ഷിതാവ്, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഗാലക്സികളാകട്ടെ, ഗോളങ്ങളാകട്ടെ, ഈ ഭൂമിയോ ഭൂമിയിലുള്ളതോ എന്താകട്ടെ, അതെല്ലാം മനുഷ്യന് വേണ്ടി സഖറ ലക്കും ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ്. വൽ അർള വദഅഹാ ലിൽ അനാം, ഈ ഭൂമി പടച്ചതും നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ തുടങ്ങി എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഒരു നദിയിലെ വെള്ളം, ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ സംബന്ധിച്ചും അത് അപകടമാകുമോ എന്ന ഭയത്തെക്കുറിച്ചും രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭം. വെള്ളം പടച്ചത് അല്ലാഹുവാണ്, അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ മനുഷ്യ നന്മക്കല്ലാതെ ഒരു വെള്ളവും ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ല എന്നത് ലോകത്തെ പഠിപ്പിച്ച നാഥൻ. അങ്ങനെ എല്ലാ വെള്ളവും വായുവും ഭക്ഷണവും
എല്ലാ ലോഹങ്ങളും എല്ലാ മണൽത്തരികളും സസ്യങ്ങളും മത്സ്യങ്ങളും അതേ ഇലകളും പച്ചിലകളും അതേ മരുന്നുകളും ചെറിയ പുല്ല് പുഷ്പങ്ങൾ മുതൽക്ക് ചെറിയ ചിത്രശലഭങ്ങൾ മുതൽക്ക് വലിയ ആൽമരങ്ങൾ വരെ വലിയ തേക്കിന്റെയും മറ്റും മരങ്ങൾ വരെ വലിയ ആനകളും തിമിംഗലങ്ങളും വരെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പാവപ്പെട്ട ഒരടിമയാണ് ഞാൻ എന്ന ബോധം അതല്ലേ മനുഷ്യനാദ്യമായി ഉണ്ടാകേണ്ടത്. അത് തന്നെയല്ലേ മനുഷ്യനെന്നും പ്രഖ്യാപിക്കേണ്ടത്. അതാണല്ലോ മനുഷ്യന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോഴല്ലേ മനുഷ്യൻ അഹങ്കാരിയാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അസൂയക്കാരനാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അക്രമിയാകുന്നത്, അപ്പോഴല്ലേ തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയുമാകുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് ഏകനായ സത്താവിലേക്ക് അവന്റെ മനസ്സ് തിരിച്ചുകൂടാ? അവൻ ആലോചിച്ചുകൂടെ, ഞാൻ പിരിച്ചു വെക്കുന്ന എന്റെ മീശ, ആ മീശയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. ഈ പാവപ്പെട്ട എന്റെ താടിയിലും എന്റെ മീശയിലും എന്റെ തലയിലും ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയി. ഞാൻ പറയട്ടെ, എന്നോട് സമ്മതം ചോദിച്ചിട്ടില്ല. ഞാൻ ഈ കളറ് മാറ്റുന്ന വിവരം അറിഞ്ഞിട്ടില്ല. എന്റെ രോമമാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എന്റെ മീശയിലാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അതിന്റെ കളറ് നിയന്ത്രിക്കാനുള്ള അധികാരം പോലും എനിക്ക് ലഭ്യമായില്ല. ഞാൻ തീരുമാനിക്കുന്നത് പലതും ഞാൻ തീരുമാനിച്ചതുപോലെ നടക്കുന്നില്ല. എന്റെ ഡയറിയിൽ കുറിച്ച പല വിഷയങ്ങളും അന്നെനിക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെയല്ലേ ഏത് മനുഷ്യനുമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അധികാരമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അറിവുള്ളത്? ഇല്ല, ഇല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇതേ ദിവസം ഞാൻ ഒരു സ്ഥലത്തൊരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ആ മയ്യിത്ത് നിസ്കരിച്ചത് ഒരു അഡ്വക്കേറ്റിന്റെ, ഒരു വക്കീലിന്റെ മയ്യിത്ത് നിസ്കാരമാണ്. അദ്ദേഹം ഞാനൊരു ദിവസം ഞാൻ പഠിച്ച നാട്ടിൽ ചൊല്ലുമ്പോ എന്റെ വന്യരായ ഗുരുവര്യർ പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകളുടെ അനുസ്മരണ പരിപാടിയിൽ ബേഡ്ജും കുത്തിയിട്ട് സ്റ്റേജിലിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പിന്നീട് ഞാൻ മറ്റൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ വളരെ ഭംഗിയായി അദ്ദേഹം ആ വീട്ടിൽ ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും സജീവ പ്രവർത്തന രംഗത്തുണ്ട്. മരിക്കുന്ന ദിവസം മഗ്രിബ് അദ്ദേഹം പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇശാഇന്റെ ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അദ്ദേഹം പോയി അവിടെ കിടന്നിട്ടുണ്ട്. ആ കിടന്ന കിടത്തത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറ് സന്തോഷത്തിലാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ പ്രസംഗിക്കുന്ന എനിക്ക്, പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക്, സംഘടിപ്പിച്ച സംഘാടകർക്ക്, SYSന് വേണ്ടി 25 വർഷം അധ്വാനിച്ച പ്രവർത്തകന്മാർക്ക്, SSFന്റെ പ്രവർത്തകർക്ക്, മറ്റ് സംഘടനാ പ്രവർത്തകർക്ക് ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല. എന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ അറിവില്ലാത്തവനാണ്. എനിക്ക് എന്റെ ശരീരത്തെക്കുറിച്ച് ഇനി എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര സെക്കൻഡുകൾ, എത്ര വർഷങ്ങൾ ഒരു നിലക്കും താഴോട്ടും മേലോട്ടും കൂട്ടിയാൽ എനിക്ക് പറയാൻ സാധ്യമല്ല. എന്റെ മരണം എപ്പോഴാണെന്നതിനെക്കുറിച്ച് ഒരറിവുമില്ല. പോരാ, മരണത്തെക്കുറിച്ചറിയില്ല. നാളെ ഞാൻ ഈ സമയത്ത് എവിടെയാണെന്നറിയില്ല. എനിക്ക് ഇനി അടുത്ത സെക്കൻഡിൽ എന്റെ ഗതി എന്താണെന്നറിയില്ല. എല്ലാം അറിയുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. സർവാധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കവനോട് ചോദിക്കാനുണ്ട്, നിനക്ക് സ്വന്തത്തിൽ വല്ലതും കഴിയുമോ?
നിന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിയുമോ? നിനക്ക് സ്വന്തത്തിൽ എന്തിനെങ്കിലും സാധിക്കുമോ? ഇല്ല എന്നല്ലാതെ സാധിക്കുമെന്ന് മറുപടി പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഡോക്ടർമാർ രോഗികളായി പോവുകയില്ല, ഒരിക്കലും പണ്ഡിതന്മാര് പഴച്ചു പോവുകയില്ല, ബുദ്ധിയുള്ളവരൊരിക്കലും തന്നെ അബദ്ധത്തിൽ ചാടുകയില്ല. പക്ഷേ നമുക്കറിയാം, ലോകത്തുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് റിസർച്ചുകളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചില്ല. ഏറ്റവും വലിയ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എത്ര വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് എത്ര ആളുകളെ രോഗം മാറി എന്നാ പറയുന്നത്. പക്ഷേ ആ ഡോക്ടർ രോഗത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മരുന്നും ഫലിച്ചില്ല. വലിയ വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം ഒരു കേസ് വന്നപ്പോ അദ്ദേഹത്തിന് കോടതിയിൽ ജയിക്കാൻ സാധിച്ചില്ല. നല്ല ആരോഗ്യമുള്ളവനാണ്, പക്ഷേ അദ്ദേഹം വഴുതി വീണ് ഊര ഒടിഞ്ഞപ്പോൾ ആരോഗ്യം കൊണ്ട് തടുക്കാൻ സാധിച്ചില്ല. വലിയ പണക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ പണത്തിന്റെ പവർ കൊണ്ട് കുട്ടിക്ക് ബുദ്ധി നൽകാൻ സാധിച്ചില്ല. വലിയ സ്വാധീനമുള്ളവനാണ്, പക്ഷേ അദ്ദേഹം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു സ്വാധീനത്തിനും തടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ അനുഭവങ്ങളല്ലേ സുഹൃത്തുക്കളെ? ഇന്ത്യ രാജ്യത്തല്ലേ നാം ജീവിക്കുന്നത്? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെ നിയോഗിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ നിയോഗിക്കപ്പെട്ട സെക്യൂരിറ്റി തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് നമ്മുടെ രാജ്യത്തിന് അപമാനമല്ലേ? 10,000 തടിച്ചുകൂടിയ സദസ്സിൽ അതേ രാജീവ് ഗാന്ധിയെ കൊല്ലപ്പെട്ടത് നമുക്ക് പാഠമല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, അതേ അധികാരമുള്ള രാജാവ് അവന്റെ തീരുമാനപ്രകാരം നടക്കുന്ന കാര്യങ്ങളെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അങ്ങനെ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവ്, അതാണ് രാജകീയ പദവി അലങ്കരിക്കുമ്പോഴും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അതേ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, എന്റെ രക്ഷിതാവായ എന്റെ റബ്ബായ അല്ലാഹ്, നീ അധികാരത്തിൽ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്നു. എനിക്കധികാരമുണ്ടെന്നല്ല പറയുന്നത്. ആ സ്വരം യൂസുഫ് നബി അലൈഹി സ്വലാമിൽ നിന്ന് വരുന്നില്ല. ഖദ് ആതൈതനീ മിനൽ മുൽക്കി, അധികാരത്തിൽ നിന്ന് നീ എനിക്ക് തന്നിരിക്കുന്നു, അത് നിന്റേതാണ്, എന്റേതല്ല. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്. അതേ ആരോപണം പറഞ്ഞിരുന്നവരുടെ ആരോപണം അതേ രാജ്യത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിമിത്തമായത് അല്ലാഹു നൽകിയ ഒരു വലിയ വിജ്ഞാനമാണ്. അതെന്തായിരുന്നു? സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന വിജ്ഞാനമാണ്. ഇപ്പോൾ ചിലർ സ്വപ്നം തന്നെ കാണാൻ പാടില്ലെന്ന് പറയുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്, സ്വപ്നത്തെ പരിഹസിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, സ്വപ്നവ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നവനാണ് നീ.
സ്വപ്നങ്ങളുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അതൊരു വലിയ ഇൽമാണ്. ആ ഇൽമു നൽകപ്പെട്ട ആളായിരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം, അല്ലാഹുവിനോട് വീണ്ടും അനുഗ്രഹം എടുത്തു പറയുന്നു. വഅല്ലംതനീ മിൻ തവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്ന വിഷയം എന്താണ്? ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. ഭൂമിയിൽ, ഈ ദുനിയാവിലാകട്ടെ പാരത്രിക ലോകത്താകട്ടെ, എന്റെ പരിപൂർണ സംരക്ഷകനും സഹായിയും നീ തന്നെയാണ് അല്ലാഹ്. ഇവിടെ ഏത് മലക്കുകൾ മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും, ഏത് മനുഷ്യർ മുഖേന സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും, ഏത് നേതാക്കൾ മുഖേനയോ പണക്കാര് മുഖേനയോ ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ ജഡ്ജി മുഖേനയോ വക്കീൽ മുഖേനയോ ഭരണാധികാരി മുഖേനയോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മുഖേനയോ മറ്റു ഉദ്യോഗസ്ഥന്മാര് മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ, അതേ ഏത് മനുഷ്യരിലൂടെ, ഏത് മലക്കിലൂടെ, ഏത് മരുന്നിലൂടെ, ഏത് ഓപ്പറേഷനിലൂടെ, ഏത് സംവിധാനത്തിലൂടെ, ഏത് വാഹനത്തിലൂടെ, ഏത് ജന്തുവിലൂടെ, ഏത് ജീവിയിലൂടെ എന്ത് സഹായം ലഭിക്കുന്നുണ്ടോ അതെല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ആർക്കും ഇവിടെ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ വിശ്വാസമാണ്. ഇവിടെ ആർക്കെന്തുണ്ടെങ്കിലും കുല്ലും മിൻ ഇൻദില്ലാഹ്, അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടി 5000 മലക്കുകൾ ഇറക്കി കൊടുത്തു. എന്നിട്ടോ ആ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, ഖുർആൻ തന്നെ പറഞ്ഞു, നബിതങ്ങൾക്ക് മുമ്പ് ഒരു മഹാന്റെ ജീവിതത്തിലും ഇതുപോലെ സൈന്യങ്ങളെ ഇറക്കിക്കൊടുത്ത് സഹായിച്ചിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ശത്രുക്കൾ എറിഞ്ഞു കൊന്നപ്പോൾ ആ എറിഞ്ഞു കൊന്നവരോടൽപ്പവും വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മരണശേഷം ആ മഹാനായ വലീന് അല്ലാഹു തആല കറാമത്ത് നൽകിയപ്പോൾ, മരിച്ചതിന് ശേഷം മഹാന്മാർക്ക് കറാമത്തില്ലെന്നൊക്കെ വാദിക്കുന്നവർ സമുദായത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാറുണ്ട്. പടച്ച റബ്ബേ, ആ വിവരം കുറഞ്ഞ ന്യൂനപക്ഷത്തിന് സന്മാർഗത്തിന്റെ ശാഖകൾ കൊടുത്ത്, സന്മാർഗം കൊടുത്ത് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്ന് അവരെ നീ മാറ്റി നിർത്തണേ അല്ലാഹ്. മുഴുവൻ പുത്തൻവാദികൾക്കും ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ, സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖുർആനോദിയ പ്രതിഫലമാണ്. അത് ഹദീസിൽ വന്നതാണ്. അത് വലിയ പുണ്യമുള്ള സൂറത്താണ്. ആ സൂറത്ത് യാസീൻ മഹാനായ വലി ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ എറിഞ്ഞു വന്നപ്പോൾ മഹാനവറുകൾക്ക് അല്ലാഹു തആല വലിയ കറാമത്ത് നൽകി.
ആ സമയത്ത് മഹാനവറുകൾ ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചു. ആ സന്ദർഭത്തിൽ മഹാനവറുകൾ പറഞ്ഞ വാക്കാണ് ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറനി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ ആക്രമിച്ച ജനങ്ങൾ, എന്നെ എറിഞ്ഞുകൊന്ന ജനങ്ങൾ, ആ ജനങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ല, അവരെ ശപിക്കുകയല്ല, മറിച്ച് ആ ജനങ്ങൾ എനിക്ക് അല്ലാഹു തആല തന്ന അവന്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ച്, എനിക്കല്ല തന്ന കറാമത്തിനെ സംബന്ധിച്ച് അവരറിയുകയും അവര് നന്നാവുകയും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മരണത്തിന് ശേഷവും അക്രമികളായ ജനങ്ങളെ സന്മാർഗം ആഗ്രഹിച്ച മഹാൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മരണശേഷമുള്ള സംസാരം എടുത്തു പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ. ആ മഹാനവറുകൾ അദ്ദേഹത്തെ ആക്രമിച്ച ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ സൈന്യത്തെ ഇറക്കി, ആകാശലോകത്ത് നിന്ന് മലായികത്തിന് സൈന്യത്തിനെ ഇറക്കി അതേ ശത്രുക്കളെ നേരിടുക എന്ന പദ്ധതി അത് മുമ്പ് നമുക്ക് പതിവുള്ള സംഗതിയല്ല നബിയേ, നമ്മളത് ചെയ്യാറില്ല. പക്ഷേ അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ ആദരവിന്റെ ഭാഗമായി ബദ്ർ യുദ്ധത്തിൽ 5000 മലക്കുകളെ ഇറക്കി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് ആദരിക്കപ്പെട്ട തുല്യതയില്ലാത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ആ മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5000 മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടും അല്ലാഹു പറഞ്ഞില്ലേ, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സർവ സഹായങ്ങളും ഉന്നതനും ഏറ്റവും വലിയ അറിവുള്ളവനുമായ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് പറയുന്നത്. അല്ലാഹ് മാത്രമേ സഹായിക്കുന്നവനുള്ളൂ, വേറെ ആരും ഇവിടെ സഹായിക്കുന്നവനില്ല. ജീവിച്ചിരിക്കുന്നവരിലുമില്ല, മരിച്ചവരിലുമില്ല, മലക്കുകളിലുമില്ല, മനുഷ്യരിലുമില്ല, ഡോക്ടർമാരിലുമില്ല, എഞ്ചിനീയർമാരിലുമില്ല, ഭരണാധികാരികളിലുമില്ല, ഉദ്യോഗസ്ഥന്മാരിലുമില്ല, ഒരു സൃഷ്ടികളിലുമില്ല. യഥാർത്ഥ സഹായം നൽകുന്ന രാജാവ് അല്ലാഹു മാത്രമാണ്. പക്ഷേ അവന്റെ സഹായം അവൻ ഡോക്ടർ മുഖേന നൽകുന്നുണ്ട്, മരുന്ന് മുഖേന നൽകുന്നുണ്ട്, ഓപ്പറേഷൻ മുഖേന നൽകുന്നുണ്ട്, അതേ മലക്കുകൾ മുഖേന നൽകുന്നുണ്ട്, അമ്പിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, ഔലിയാക്കൾ മുഖേന നൽകുന്നുണ്ട്, മുഅ്ജിസത്ത് മുഖേന നൽകുന്നുണ്ട്, കറാമത്ത് മുഖേന നൽകുന്നുണ്ട്. അത് പല വിധത്തിലും നൽകുന്നുണ്ട്. അമ്പിയാക്കളോട് സഹായം തേടിയപ്പോൾ മുഅ്ജിസത്ത് മുഖേന അവർ സഹായിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ വെള്ളം കിട്ടാതെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ, സഹായം തേടിയപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു അനിദ്രിബ് ബിഅസാക്കൽ ഹജർ, ഓ മൂസാ നബിയെ നിങ്ങളുടെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ സഹായം തേടിയപ്പോഴാണ്, വെള്ളം തേടിയപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ വെള്ളം മുഅ്ജിസത്ത് മുഖേന നൽകിയിട്ടുണ്ട്.
സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് തേടിയിട്ടുണ്ട്. മദീനയിൽ മദീന പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെക്കപ്പെട്ട പദ്യങ്ങളിൽ ഒരു പദ്യമല്ലേ സുഹൃത്തുക്കളെ, യാമൻ തഫജ്ജറത്തിൽ أنهار نابعة من صبعيه فروى الجيش بالمدد. കയ്യിന്റെ വിരലിലൂടെ സൈന്യത്തിന് വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ, ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ പണ്ഡിതന്മാരും എത്തിച്ചേരുന്ന മദീനയിലെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ച പദ്യമല്ലേ അത്? ഇരിക്കട്ടെ, ആ പദ്യത്തിന് കാരണം എന്തായിരുന്നു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ജഹിസന്നാസു നഹ്വാ, നബി തങ്ങളോട് കരയുന്ന വിധത്തിൽ, നബിയെ വെള്ളമില്ല, ദാഹിച്ച് വിഷമിച്ചു പോയി, ഒതുകൊടുക്കാൻ നിവൃത്തിയില്ല, കുടിക്കാൻ വെള്ളമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളം തേടി സഹാബത്ത്. ആരോടാ തേടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അങ്ങനെ വെള്ളത്തിന് തേടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിന്റെ വിരൽ പാത്രത്തിൽ വെച്ച് വിരലിന്റെ ഉള്ളിലൂടെ വെള്ളം കൊടുത്തു. മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാശക്ക ഫീ ഫദ്ലിൽ ബുഖാരി മുസ്ലിമു, ഒരു മുസ്ലിമിനും ബുഖാരിയുടെ ആധികാരികതയിൽ സംശയമില്ല. ആ നിലക്ക് മുഅ്ജിസത്ത് മുഖേന സഹായം അമ്പിയാക്കൾ നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ യാത്ര ചെയ്തു. നേരത്തെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവർ കേരള യാത്രയെ കുറിച്ച് പറഞ്ഞു. മഹാനായ കാന്തപുരം ഉസ്താദ് രണ്ടാം കേരള യാത്ര നടത്തുന്നു. അല്ലാഹു തആല അത് സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സമുദായത്തിന് ഉപകാരപ്രദമായ വലിയ നേട്ടം കൊയ്യുന്ന യാത്രയായി അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദ് യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് യാത്ര പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതൊന്നല്ല, മറിച്ച് അത് ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും മാനവികത ഉണർത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോർക്കണം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ത്യാഗസമ്പൂർണമായ ഹിജ്റയുടെ യാത്ര, അതൊക്കെ നടത്തുന്നതിന് മുമ്പ് ഏറ്റവും വലിയ യാത്ര നടത്തി. അത്ര വലിയ യാത്ര ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും നടത്തിയിട്ടില്ല, ഉപരിമണ്ഡലങ്ങളിലേക്ക് പോയ ഒരാളും നടത്തിയിട്ടില്ല, നടത്തുകയും ഇല്ല. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദഅജിൻ മിനൽ ളുലമി വബിത്ത തർഖാ ഇലാ അന്നിൽ തമൻസിലതൻ. അതേ, രാജ്യത്ത് നിന്ന് മദീനയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ പോരാ, പിന്നീട് ആകാശലോകങ്ങളിലൊക്കെയും പോയി തിരിച്ചു വന്ന യാത്ര. ആ മഹത്തായ യാത്രക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വലുതാണ്. സ്വർഗം കാണണം, നരകം കാണണം. കാരണം അതൊക്കെ മഹ്ശറിൽ വെച്ച് കാണുമ്പോ, പാരത്രിക ലോകത്ത് വെച്ച് കാണുമ്പോ ഈ നേതാവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ പാടില്ല. ശ്രദ്ധ മുഴുവനും ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്തിൽ തന്നെയാകണം. ശഫീഉൽ വറാ
മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ശ്രദ്ധ മുഴുവനും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെയാകണം. സ്വർഗത്തിലേക്ക് ശ്രദ്ധ നീങ്ങരുത്, നരകം കണ്ട് പേടിച്ചു പോകരുത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ഗൗരവം കുറക്കുകയാണ്. എല്ലാ ശ്രദ്ധയും ഉമ്മത്തിന്റെ നന്മയിലാകാൻ വേണ്ടി അള്ളാഹു നൽകിയ യാത്രയാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്ര. പോരാ, അതിന്റെ പുറമേ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള രംഗമുണ്ടാകണം. അത് അല്ലാഹുവിനെ കാണുന്ന രംഗമാണ്. അങ്ങനെയുള്ള ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും വലിയ യാത്ര പോകുമ്പോ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് യാത്ര നടത്തുന്നത് കാര്യം നേടിയെടുക്കാൻ കൂടുതൽ ഉപകാരപ്രദമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിധം കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിൽ സിയാറത്തിന് ചെന്നപ്പോൾ മറർത്തു ബി മൂസാ ലൈലത ഉസ്രിയ ബി, ആ ഇസ്രായിന്റെ രാത്രിയിൽ മൂസാ നബിയുടെ സമീപത്തൂടി ഞാനങ്ങ് പോകുമ്പോൾ മൂസാ നബി ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, ഖബറിൽ സാധാരണക്കാരെ പോലെയല്ല അമ്പിയാക്കൾ, അല്ലാഹുവിന്റെ മഹത്തുക്കൾ, അവർക്കവിടെ വലിയ പവറാണ്. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പരിഹസിക്കുന്നവർക്ക് എന്തും പരിഹസിക്കാം, ഇൻസൾട്ടാക്കുന്നവർക്ക് ആരെയും ഇൻസൾട്ടാക്കാം. പക്ഷേ മതത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത് ശ്രദ്ധിക്കണം. ഓ സഹോദരന്മാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ബാഗും ഇഖാമത്തും കൊടുത്തിട്ട് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറയുമ്പോ പിന്നിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇല്ല, ഒരു സഹാബിയുമില്ല. പിന്നിലുള്ളതാരാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ അമ്പിയാക്കൾ അതാ ഭൂമി ലോകത്ത് നിസ്കരിക്കാൻ വന്നിരിക്കുന്നു. മരിച്ചാൽ പിന്നെ ഒന്നുമില്ലെന്ന് പറയുന്ന അബൂജഹലിന്റെ വിശ്വാസം. മുസ്ലിമീങ്ങളെ, നിങ്ങളൊരു പുത്തൻവാദത്തിന്റെ പേരിലും അബൂജഹലിന്റെ വിശ്വാസം അംഗീകരിച്ച് ഈമാൻ നശിപ്പിക്കരുതേ. സഹീഹായ ഹദീസാണ്. അമ്പിയാക്കൾ നിസ്കരിക്കാൻ വന്നിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് അമ്പിയാക്കളോട് അതാ ഇൽമിന്റെ സഹായം തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല കൽപ്പിക്കുന്നു. വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക, അതേ അല്ലാഹുവിന്റെ മുർസലീങ്ങളോട് ചോദിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. മരണപ്പെട്ടു പോയവരോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന വാദമുന്നയിച്ച് ആരും അമ്പിയാക്കളെ മുശ്രിക്കാക്കല്ലേ, അതേ സാലിഹീങ്ങളെ മുശ്രിക്കാണെന്ന് പറഞ്ഞ് ഈമാൻ കളയല്ലേ. അമ്പിയാക്കളോട് വഫാത്തിന് ശേഷം ചോദിക്കാൻ തന്നെയല്ലേ ഇപ്പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അവിടുന്ന് പിന്നീടതാ മേൽപോട്ടുയർത്തപ്പെടുന്നു. അങ്ങനെ മേൽപോട്ട് പോയപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ സ്വീകരിക്കാൻ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. മരണപ്പെട്ടുപോയ മഹാന്മാർക്ക് എത്രയാണല്ല കഴിവ് കൊടുക്കുന്നതെന്ന് ആർക്കാണിവിടെ നിജപ്പെടുത്താൻ സാധിക്കുന്നത്? ഇരിക്കട്ടെ, ഇമാം ബുഖാരിയും മുസ്ലിമും തുടങ്ങി സർവ്വ ഹദീസിന്റെ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയ സഹീഹായ ഹദീസല്ലേ. നബിതങ്ങൾ കളവ് പറയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയേണ്ടതുണ്ടോ?
ഇത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ഹദീസല്ലേ. അവിടുന്ന് മേൽപോട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് നബിമാരെ കണ്ടു, പലരുമായും സംസാരിച്ചു. അങ്ങനെയെല്ലാം കൂടി പോയി തിരിച്ചു വരുമ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം 6ാമത്തെ ആകാശത്തിലുണ്ട്. നേരത്തെ പോകുമ്പോൾ ഖബറിലുണ്ട്, പിന്നെ പള്ളിയിലുണ്ട്, ഇപ്പോൾ ആകാശലോകത്ത് 6ാമത്തെ ആകാശത്തിലുണ്ട്. അവിടുന്നല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഓ മുഹമ്മദ് നബിയേ, വല്ലതും അല്ല ഉമ്മത്തിന് സമ്മാനം തന്നിട്ടുണ്ടോ? 50 നേരത്തെ നിസ്കാരം തന്നുവെന്ന് പറഞ്ഞപ്പോ അത്ര വലിയ ലഗേജ് താങ്ങാൻ ഈ ഉമ്മത്തിന് കഴിയില്ലെന്ന് ഗ്രഹിച്ചിട്ടുള്ള മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചുരുക്കിത്തരാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. 9 പ്രാവശ്യം തിരിച്ചയച്ചു. 9 പ്രാവശ്യം കൊണ്ട് 45 നേരത്തെ നിസ്കാരം ചുരുക്കി 5 നേരത്തെ നിസ്കാരമാക്കി കൊടുത്തു. ആ 5-ന് 50ന്റെ പ്രതിഫലം ചുരുങ്ങാതെ അല്ലാഹു വാഗ്ദത്തം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയുടെ പേര് പറയുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം മടിക്കാതെ പറയണ്ടേ, കാരണം ചെറിയ ഉപകാരം ചെയ്ത് 5 നേരത്തെ നിസ്കാരം തന്നെ മടിക്കുന്ന മടിയന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. 50 നേരത്തെ നിസ്കാരം 5ആക്കി ചുരുക്കുന്ന വലിയ സഹായം മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിൽ ഹാജരായിട്ട് ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ സഹായിച്ച കലീമുല്ലാഹി മൂസാ. ആ മൂസാ നബിയോട് ഒരൽപ്പം നന്ദിയുള്ള മനുഷ്യൻ മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് പിന്നെ ഒരു കഴിവില്ല എന്ന് അബൂജഹൽ പറയും പോലെ പറയോ? ഒരിക്കലും ഒരു ഈമാനുള്ളവൻ പറയില്ല. സഹോദരന്മാര്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമ്പിയാക്കൾ ചെയ്യുന്ന സഹായം, മുഅ്ജിസത്ത് മുഖേനയുള്ള സഹായം, വഫാത്തിന് ശേഷമുള്ള സഹായം, വഫാത്തിന് മുമ്പുള്ള സഹായം, മലക്കുകൾ ചെയ്യുന്ന സഹായം, അതേ ലോകത്തുള്ള ഏത് സൃഷ്ടികളും ചെയ്യുന്ന സഹായം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അല്ലാഹുവിന്റെ സഹായം തന്നെ, അല്ലാതെ സഹായിക്കുന്നവനില്ല. മറ്റുള്ളവരുടേതെല്ലാം അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് അവര് ചെയ്യുന്ന സഹായമായതിനാൽ അതൊക്കെ അല്ലാഹുവിന്റെ സഹായം തന്നെ. എല്ലാം അല്ലാഹുവിന്റെ സഹായം തന്നെ. ആ നിലക്ക് സർവസഹായത്തിന്റെയും ഉടമസ്ഥനായ രാജാതിരാജനായ അല്ലാഹ്, അവനോട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ സഹായിയും സംരക്ഷകനും നീയാണ് അല്ലാഹ്. എനിക്ക് നിന്നോട് പറയാനുള്ള വിഷയമെന്താണ്? ഓ സുഹൃത്തുക്കളെ, SYSന്റെ സിൽവർ ജൂബിലിയിൽ ഈ പാവപ്പെട്ട എനിക്ക് പറയാനുള്ള സംഗതി എന്താണ്? നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നമുക്ക് എപ്പോഴും പറയാനുണ്ടാകേണ്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തുദ്ധരിച്ചുകൊണ്ട് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്, സാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ അല്ലാഹ്.
ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലാഹു തആല കൊടുക്കാത്ത, പല രാഷ്ട്രത്തലവന്മാർക്കും അല്ലാഹു കൊടുക്കാത്ത അനുഗ്രഹമില്ലേ അല്ലാഹു തആല നമുക്ക് തന്ന ഈമാൻ, ഇസ്ലാം. ആ അനുഗ്രഹം ലഭിച്ച നമ്മൾ എത്രയാണ് അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്, എത്രയാണ് അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടത്. എന്നാൽ ആ നന്ദിയുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? അല്ലാഹു തആല നമുക്ക് തന്ന ഈ സമ്പത്ത് അത് ഒരാൾക്കും തന്നെ വില കൊടുത്തു വാങ്ങാൻ സാധ്യമല്ല. ബുദ്ധി കൊണ്ട് ലഭിച്ചുകൊള്ളണമെന്നില്ല, ആരോഗ്യം കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, പണത്തിന്റെ പവർ കൊണ്ട് കിട്ടണമെന്നില്ല, അധികാരം കൊണ്ട് കിട്ടണമെന്നില്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ മാത്രം ഈമാനിന്റെ വെളിച്ചത്തിലേക്ക്, ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് അല്ലാഹു വഴിതിരിക്കുമെന്ന് ഖുർആൻ. ആ വെളിച്ചത്തിലേക്ക് അല്ലാഹു ജല്ല ജലാലുഹു എന്നെയും നിങ്ങളെയും തിരിച്ചു. ഇനി ഇത് നഷ്ടപ്പെടാത്ത വിധത്തിൽ സൂക്ഷിക്കുകയും അതോടുകൂടെ അത് നഷ്ടപ്പെടാത്ത വിധത്തിൽ നിലനിർത്തിത്തരാൻ വേണ്ടി സർവാധികാരത്തിന്റെയും ഉടമസ്ഥനായ നമുക്ക് ഈമാനിന്റെ വെളിച്ചം തന്ന റബ്ബിനോട് താണേണ് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്റെയും നിങ്ങളുടെയും കടപ്പാടെന്ന് മാത്രം. ഓ സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ ഈമാനിന്റെ വെളിച്ചം നീ നിലനിർത്തിത്തരണം റഹ്മാനേ. ഈമാൻ നശിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഒരു വാഴ് പറഞ്ഞു തരണം നബിയേ, അത് സംക്ഷിപ്തമായി പറഞ്ഞു തരണം നബിയേ എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞ വിഷയം തന്നെ ഇതാ ഖുംത ഫീ സലാത്തിക ഫസല്ലി സലാത്ത മുവദ്ദി. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. നമ്മുടെ ഈമാൻ അത് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന വിഷയമല്ല. മരണത്തിന് ശേഷം പരിഹാരമില്ല. മരണശേഷം ജീവിതമുണ്ടെന്നതിൽ സംശയത്തിന് അവകാശവുമില്ല. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. തർക്കക്കാരനായ മനുഷ്യൻ വിവരമില്ലാതെ തർക്കിക്കാൻ വരുന്നു. അവൻ ചിന്തിക്കുന്നില്ല. ചിന്തയുള്ളവന് തർക്കമില്ല, തർക്കിക്കുന്നവന് ചിന്തയില്ല. ഒരെല്ലിന്റെ കഷ്ണമെടുത്ത് കയ്യിൽ പിടിച്ച് അവൻ മഹാന്മാരെ അപഹസിക്കുകയാണ്. അതേ സത്യത്തിന്റെ വിരോധികൾ, ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നവർ, അവരുടെ സ്വഭാവം അഹങ്കാരമാണ്, അവരുടെ സ്വഭാവം പരിഹാസമാണ്, അവരുടെ സ്വഭാവം എപ്പോഴും ഇൻസൾട്ടാക്കലാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെയോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ഒരിക്കലും ആ സ്വഭാവമുള്ളവരായി പോകരുത്. ആദ്യമായി പിഴച്ചു പോയവനാരാണ്? ഇബ്ലീസാണ്. കാരണം ഖുർആൻ പറഞ്ഞു അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അവൻ അഹങ്കാരം നടിച്ചു, അവിശ്വാസികളിൽ പെട്ടു, ഈമാൻ പോയി. അവന്റെ അഹങ്കാരം കൊണ്ടവൻ ചെയ്തതെന്താണ്? അല്ലാഹു ബഹുമാനിച്ച മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ ഇൻസൾട്ടാക്കി. അതല്ലേ ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവനല്ലേ ഇവൻ എന്ന് ആദം നബി അലൈഹിസ്സലാമിനെ നിസ്സാരപ്പെടുത്തി. അവൻ പൊങ്ങച്ചം കാണിച്ച് സംസാരിച്ചു. അവന്റെ ഈമാൻ നശിച്ചുപോയി. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഹാബീലിന് ഭംഗിയുള്ള ഭാര്യയെ അല്ലാഹു കൊടുത്തു.
അതിൽ അസൂയ തോന്നി. ഖാബീൽ അതിനെതിരെ പ്രതികരിച്ചു. ആ ഖാബീൽ അക്രമ പ്രവർത്തനം നടത്തി. അവൻ ഹാബീലിനെ വധിച്ചു. പക്ഷേ തിരിച്ചു വധിക്കാൻ ഹാബീൽ കത്തിയെടുത്തില്ല. ഇങ്ങോട്ട് കാണിച്ച അക്രമത്തെ അതേ നിലക്ക് നേരിടാൻ ഹാബീൽ മുതിർന്നില്ല. ലൈം വസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക്. എസ്ഐഎസിന്റെ പ്രവർത്തകരെ, എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നത് നമ്മുടെ നയമല്ല, നമ്മുടെ പരിപാടിയല്ല. അതിന് നമുക്ക് നമ്മുടെ നേതാക്കൾ അനുമതി നൽകിയിട്ടുമില്ല, നൽകുകയുമില്ല. ഇത് തീവ്രവാദ പ്രസ്ഥാനമല്ല, ഇത് ഭീകരവാദ പ്രസ്ഥാനമല്ല, ഇത് വർഗീയവാദ പ്രസ്ഥാനമല്ല. ഇത് അതാ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ, നല്ല കാര്യം പ്രവർത്തിക്കുന്നവരെക്കാൾ, ഞാൻ അല്ലാഹുവിന് കീഴ്പ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? കണ്ടില്ലേ സ്വാന്തനം പരിപാടി? 10,000 പാവപ്പെട്ട രോഗികൾക്ക് 10,000 മെഡിക്കൽ കാർഡ്, 10,000 ഉറുപ്പികക്കുള്ള മെഡിക്കൽ കാർഡ് ഒരു വർഷം കൊടുക്കുമ്പോ 10 കോടി ഉറുപ്പിക ചെലവാണ്. അതിന് പ്രവർത്തകർ എത്ര അധ്വാനിക്കണം? അത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ വേറെയുണ്ട്, യൂണിറ്റിന്റെ കീഴിൽ വേറെയുണ്ട്. അതിന്റെ പുറമെ എല്ലാ പഞ്ചായത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സൗജന്യ മരുന്ന് വിതരണം നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് നമ്മുടെ സംഘടന. മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് നമ്മുടെ സംഘടന. സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സംഘടന. നമ്മുടെ സംഘടന എത്ര വീടില്ലാത്തവർക്കാണ് വീട് വെച്ചു കൊടുത്തത്, എത്ര പാവപ്പെട്ടവർക്കാണ് വിദ്യാഭ്യാസം നൽകിയത്. നമ്മുടെ സംഘടന എത്ര ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെയാണ് ഉന്നതമായ പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. നമ്മുടെ സംഘടനാ പ്രവർത്തനം തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വഅമില സാലിഹാ, സൽക്കർമ്മമാണ്. ഇപ്പോൾ നടത്തുന്ന ഉപദേശങ്ങളും മുമ്പ് നടന്ന ഉപദേശവും ഇനി നടക്കുന്ന ഉപദേശവും എല്ലാം മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യമുണ്ടാക്കാനാണ്. മനുഷ്യന്റെ മനസ്സിന്റെ വെളിച്ചം നഷ്ടപ്പെടാതെ, ഇരുട്ടിലേക്ക് കടന്നു പോകാതെ വെളിച്ചത്തോടെ മരിക്കാനാണ്. റബ്ബേ, ഈമാനിന്റെ വെളിച്ചം നിലനിർത്തി ഈമാനോടെ ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല, ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. ഈമാനിന്റെ വെളിച്ചം കെട്ടുപോകൽ അഹങ്കാരമുള്ളപ്പോഴാണ് അതാണ് ഇബ്ലീസിന് പറ്റിയത്. അസൂയ ഉണ്ടാകുമ്പോഴാണ് അതാണ് ഖാബീലിന് അബദ്ധം പറ്റിയത്. ഓ സുഹൃത്തുക്കളെ, അസൂയയില്ലാതെ, അതേ അക്രമമില്ലാതെ, അതേ മനുഷ്യൻ അതോടെ ജീവിക്കണം. ആരെയും ഇൻസൾട്ടാക്കരുത്, ആരെയും പരിഹസിക്കരുത്. അതല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ആശയം. എന്നാൽ ഞാൻ വേദനയോടെ പറയട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് എല്ലാവരെയും ആദരിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചുപോയ ചുരുക്കം ചില വ്യക്തികളുണ്ട്. അല്ലാഹുവേ, തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരെ നീ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ സമുദായത്തിൽ, ഞങ്ങളെ മഹല്ലത്തുകളിൽ നീ ഐക്യം തരണേ അല്ലാഹ്. 1 2 3 ആളുകൾ ഒരു മഹല്ലത്തിലുണ്ടെങ്കിൽ അവര് മാത്രം മതി.
ആ മഹല്ലത്ത് മുഴുവനും ഭിന്നിപ്പിക്കാൻ അവര് മാത്രം മതി. ആ മഹല്ലത്തിലുള്ളവരെ തമ്മിലടിപ്പിക്കാൻ അവര് മാത്രം മതി. പള്ളിയിൽ പോലീസ് കയറാൻ അവര് മാത്രം മതി. പള്ളി പൂട്ടിക്കാൻ അവര് മാത്രം മതി. മദ്രസ പൂട്ടിക്കാൻ അവര് മാത്രം മതി. കല്യാണ വീട്ടിൽ ബഹളമുണ്ടാക്കാൻ അവര് മാത്രം മതി. മരിച്ച വീട്ടിൽ ബഹളമുണ്ടാക്കാൻ അവര് മാത്രം മതി. മരിച്ച മയ്യത്തും കിടത്തിയിട്ട് അവിടെ വെച്ച് ബഹളം കൂട്ടാൻ. അതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ അവസ്ഥ. നിങ്ങളൊന്നൽപ്പം ചിന്തിച്ചു നോക്കൂ മുസ്ലിമീങ്ങളെ. ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഒരു കല്യാണം നടക്കുന്ന സദസ്, പഴയ കാലം പോലെ നിക്കാഹിന് വേണ്ടി പ്രായം ചെന്ന ഖാദിയാർ വന്നിരിക്കുന്നു, നാട്ടിലെ കാരണവന്മാര് വന്നിരിക്കുന്നു, മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾ വന്നിരിക്കുന്നു. നിക്കാഹ് നടത്താൻ നോക്കുമ്പോ, ഖുത്ബ ഓതി നിക്കാഹ് നടക്കാൻ നോക്കുമ്പോ അതാ ഇവൻ പറയുന്നു, എനിക്ക് നിക്കാഹിന് ഖാദി പറ്റൂല. എന്താ ഈ ഖാദിക്കുള്ള കുഴപ്പം? അയാൾ തലമറിച്ചിട്ടുണ്ട്, തലക്കെട്ട് കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത. ഒതു കൊടുക്കുമ്പോ തലയിൽ നിന്ന് അല്പം മൂർധാവിന്റെ സ്ഥലം കൈകൊണ്ട് തടകും, ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തീകരിക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചില ആളുകൾ മിമ്പർമ കയറുമ്പോ പോലും തലയെ കെട്ടില്ല. മിമ്പർമ കയറുമ്പോ തെങ്ങുമ കയറുന്നവർ കൂടി ഉണ്ടാവും ഒരു വട്ടത്തലയെക്കെട്ട്, അതുമില്ല. അങ്ങനെ തന്നെ കയറിപ്പോയി സുന്നത്തിന്റെ ആളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് സുന്നത്ത്? സ്വന്തം തലയിൽ സുന്നത്തുണ്ടോ? തലന്റെ ഉള്ളിൽ സുന്നത്തുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഏത് നിങ്ങളൊന്ന് നോക്കൂ. അങ്ങനെ തലമറക്കാത്ത ഒരു വ്യക്തിയുണ്ട്, അയാൾക്കൊന്ന് പ്രസംഗിക്കണം, എന്റെ നിക്കാഹിന് അയാൾ നേതൃത്വം നൽകണം. ഈ കാലിയാര് പറഞ്ഞു, മോനെ എന്റെ ബാപ്പാന്റെ നിക്കാഹ് ഞാനാ ചെയ്ത്, അത് ശരിയായിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. അപ്പോ ഈ കാലിയാര് വളരെ പ്രായമുള്ള 90 വയസ്സുള്ള കാലിയാര്, മോനെ എന്റെ ഉപ്പാപ്പാന്റെ നിക്കാഹ് ഞാനാ ചെയ്ത്, അത് തീരെ ശരിയായില്ല. അതുകൊണ്ടാ ബാപ്പ അങ്ങനെയായി പോയത്. ബാപ്പ മങ്കൂസ് പോലും തോന്നിയില്ലേ, മുഹീദ്ദിമാല ചൊല്ലിയില്ലേ, മുശ്രിക്കായിട്ട് മരിച്ചു പോയില്ലേ. അതുകൊണ്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എന്ത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, അച്ചാച്ചൻ കൊരകനാണ് എന്ന് പറയുന്ന സിദ്ധാന്തം, അതിനെയും കൂടി കടത്തി വെട്ടുന്ന സിദ്ധാന്തം. ഡാർവിൻ അച്ചാച്ചൻ നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് എന്റെ ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയും നരകത്തിലാണ്, അബൂജഹലിനെ പോലെയാണ് എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത, സ്വന്തം ജന്മം നൽകിയ ബാപ്പയെ ഇൻസൾട്ടാക്കുന്ന, ഉമ്മയെ ഇൻസൾട്ടാക്കുന്ന, അതിന്റെ അതേ നിക്കാഹിന് കാർമ്മികത്വം നൽകിയ പണ്ഡിതനെ ഇൻസൾട്ടാക്കുന്ന പദ്ധതി നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്ക്. ഞാനീ പറയുന്നത് ശരിയല്ലേ? ഇനി നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നിങ്ങൾ എടുത്തു നോക്കൂ. മക്കയിലും മദീനയിലും പോയവരെത്രയുണ്ട് ഈ പ്രദേശത്ത്? ഹജ്ജിന് പോയവരൊക്കെ ഒന്ന് കൈപൊക്കട്ടെ. ഓ സഹോദരന്മാരെ, എത്ര ആളുകളാണ് കൈപൊക്കാനുള്ളത്? എന്നാൽ അവിടെയൊക്കെ ജുമാ നിസ്കാരത്തിന് 2 ബാങ്കല്ലയോ? അവിടെ തറാവീഹ് 20 റക്അത്തല്ലയോ? അവിടെ ഖുത്ബ ഏത് ഭാഷക്കാർക്കും അറബിയിലല്ലയോ? ഏതൊക്കെ ഭാഷക്കാരുണ്ട് കേൾക്കാൻ? എല്ലാവർക്കും ഒറ്റ ഭാഷയിലുള്ള ഖുത്ബയല്ലയോ? ഒരേ ഭാഷയിലുള്ള ബാങ്കല്ലയോ? ഒരേ ഭാഷയിലുള്ള നിസ്കാരമല്ലയോ? 2 ബാങ്ക് കൊടുത്തുള്ള ജുമഅല്ലയോ? അതേ സുഹൃത്തുക്കളെ, അവിടെ എല്ലാം തറാവീഹ് 20 റക്അത്തല്ലയോ? ഇത് മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന മാതൃകയല്ലയോ? ആ സഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അതേ ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്തെടുത്ത മഹാന്മാരെന്ന് അല്ലാഹ് പറഞ്ഞതല്ലയോ? ആ സഹാബത്തിനെ പിന്തുടരുന്നവരെ കുറിച്ച് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ പിന്തുടരുന്നവർ റളിയല്ലാഹു അൻഹും അല്ലാഹ് പൊരുത്തപ്പെട്ടവരാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതല്ലയോ? പക്ഷേ ജുമഅത്ത് 2 ബാങ്ക് കൊടുക്കുന്ന പള്ളിയിൽ വന്നിട്ട് ഇവിടെ ഒറ്റ ബാങ്ക് മാത്രമാകണം എന്ന് പറയുമ്പോ ആ 2 ബാങ്ക് കൊടുത്ത് നടപ്പാക്കിയ
സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതല്ലേ? ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങൾ അത് വിശ്വസിക്കുന്നതല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 2 ബാങ്ക് ഇപ്പോഴും മക്കയിലും മദീനയിലും തുടരുമ്പോ ആ 2 ബാങ്ക് ബിദ്അത്താണ്. അത് പുത്തനാശയമാണ്. കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴവാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പിഴവുകാരും നരകത്തിലാണ്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലക്ഷക്കണക്കിന് സഹാബത്ത് നരകത്തിലാണെന്ന ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് 2 ബാങ്ക് വിളിച്ചാൽ നരകത്തിൽ കിടക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മഹല്ലത്തുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയത് പുത്തൻവാദിയല്ലേ? മുസ്ലിമീങ്ങൾ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സിറാജുൽ ഹുദയിലെ ദഅവാ കോളേജിലെ കുട്ടികൾക്ക്, ശരീഅത്ത് കോളേജിലെ കുട്ടികൾക്ക് സഹീഹുൽ ബുഖാരി ഈ അടുത്ത് ഞാൻ കിതാബുൽ ഇൽമി ഓതിക്കൊടുക്കുന്ന സമയത്ത് ഓതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടുന്ന് പറഞ്ഞു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, ഇൽമ് അറിവ് പരിപൂർണമായ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് അവിടുന്ന് പഠിച്ചതനുസരിച്ച് മക്ക മദീനയിൽ നടപ്പാക്കിയപ്പോ 36 കൊല്ലത്തോളം തൊട്ടടുത്ത റൂമിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഒരക്ഷരം അതിനെതിരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിത്ർ നിസ്കാരത്തെക്കുറിച്ച്, തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ 11ന്റെ ഹദീസ് എടുത്തുകൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് റിപ്പോർട്ട് ചെയ്ത മാലിക് ഇമാം തങ്ങൾ വരെ 23 റക്അത്ത് 20 റക്അത്ത് തറാവീഹ് 3 റക്അത്ത് വിത്റും മുവത്തയിലെ പഠിപ്പിച്ചപ്പോ അതിന്റെ കൂടെ വേറെയും സുന്നത്ത് കൂട്ടി 36 റക്അത്ത് വരെ നിസ്കരിക്കാൻ അവിടുത്തെ സ്വന്തം കിതാബായ മുദവ്വനയിൽ പഠിപ്പിച്ചപ്പോ ആ ഹദീസ് പഠിപ്പിച്ച മാലിക് ഇമാമിനും ഇമാം ബുഖാരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന് മനസ്സിലായിട്ടില്ല. ആയിഷ ബീവി പള്ളിയുടെ തൊട്ടടുത്ത റൂമിലിരുന്നിട്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ സത്യം തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് വരുത്തുന്ന വിധത്തിൽ മുഴുവൻ സഹാബത്തിനെയും ഇമാമിങ്ങളെയും ഇൻസൾട്ടാക്കിയിട്ട് 8ഉം 11ഉം നിസ്കരിച്ചിട്ട് റമദാൻ ശരീഫിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും ഈ കക്ഷികൾ തന്നെയല്ലേ മുസ്ലിമീങ്ങളെ? ഇനിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാന്മാരായ സഹാബത്ത് അതേ പായക്കപ്പലിൽ കയറി ശുദ്ധവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസരങ്ങളിൽ ഉപ്പുവെള്ളം കുടിച്ച് ഇന്നത്തേതുപോലൊരു ടോർച്ച് പോലും കയ്യിൽ പിടിക്കാനുള്ള സംവിധാനമില്ലാത്ത കാലത്ത് അറബിക്കടലിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വന്ന് ഒരു എഞ്ചിൻ ഘടിപ്പിച്ച കപ്പലല്ല, പായക്കപ്പലിൽ കയറി ജീവൻ പണയം വെച്ചു വന്ന് ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് വന്ന് ഈമാനിന്റെ വെളിച്ചം വിതരണം ചെയ്തപ്പോ, ഇസ്ലാമിന്റെ കർമ്മം വിതരണം ചെയ്തപ്പോ അവരല്ലേ ഇസ്ലാം ദീന് പഠിപ്പിക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹമുള്ളവർ, അവരല്ലേ ത്യാഗം ചെയ്തവർ, അവരല്ലേ പ്രയാസം അനുഭവിച്ചവർ. അവരൊരൊറ്റ സ്ഥലത്തും ബാങ്ക് മലയാളത്തിലാക്കിയില്ല, ഖുതുബ മലയാളത്തിലാക്കിയില്ല, നിസ്കാരം മലയാളത്തിലാക്കിയില്ല. കാരണം അല്ലാഹു തആല പഠിപ്പിച്ച ഒരു ഇബാദത്ത് മാറ്റാൻ ആർക്കും ഇവിടെ അധികാരമില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഇബാദത്ത് അത് മാറ്റാൻ ഇവിടെ അധികാരമില്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം നിങ്ങളിന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ. അവിടുന്ന് അറബിയിൽ ഖുതുബോദി അറബിയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ ഖുതുബോദി അല്ലെങ്കിൽ ഒരു ഭാഷയിൽ ഖുതുബോദി മറ്റൊരു ഭാഷയിലുള്ള ഒരു ജുമാ നിസ്കാരം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ ദീന് നശിപ്പിക്കണം
കേൾക്കണമെന്ന് ആഗ്രഹിച്ച ചില കപടവിശ്വാസികൾ, അവരുടെ ക്ലാസ് കേട്ട് പെട്ടുപോയ കുറെ സാധാരണക്കാരുണ്ട്, ചിന്തയില്ലാത്തവരുണ്ട്, അതേ ഇൽമ പഠിക്കാത്തവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്ത് ഭിന്നിപ്പിക്കൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഐക്യത്തിന്റെ പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വരംഗങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുത്തനാശയക്കാർ അവരാരെയൊക്കെയാണ് ഇൻസൾട്ടാക്കിയത്? അന്ന് ഇസ്ലാം ദീന് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച മാലിക് ഇബ്നു ദീനാറിനെ അവർ ഇൻസൾട്ടാക്കിയില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തതുണ്ടാക്കി എന്ന് 20 റക്അത്ത് തറാവീഹിനെ വിമർശിച്ചുകൊണ്ട് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം ബിദ്അത്ത് നടപ്പാക്കിയെന്ന് അവർ ലോകത്തെ പഠിപ്പിച്ചില്ലേ? എന്തിനധികം പറയണം, അല്ലാഹുവിന്റെ റസൂല് ചെയ്യാത്ത ഒരു പുണ്യകർമ്മവും ചെയ്യാൻ പാടില്ല എന്നൊരു പുതിയ വാദം ഉന്നയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് 30 എഴുതി വെച്ച മുസഹഫ് നോക്കി ഓതുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല. അതൊന്നായി എഴുതി വെക്കുക എന്ന കാര്യം തുടങ്ങി ചെയ്തത് തന്നെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. ഇസ്ലാമിൽ നബി ചെയ്യാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന വാദത്തിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർ ഇൻസൾട്ടാക്കിയില്ലേ? സുബ്ഹാനല്ലാഹ്. വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ചുകൊണ്ട് വഫാത്തിന്റെ ശേഷവും നബിയെ വിളിക്കാം, നബിയോട് പറയാം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിലുള്ളതല്ലേ അത്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മരണപ്പെട്ടു പോയവരെ വിളിച്ച് പറയുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബറിനെ അവര് വിഡ്ഢികളെ ലിസ്റ്റിൽ പെടുത്തിയില്ലേ? ആകയാൽ സ്വന്തം ബാപ്പയെ മാത്രമല്ല, ഉപ്പാപ്പയെ മാത്രമല്ല, പള്ളിയിലെ കാവിയെ മാത്രമല്ല, നാട്ടിലെ കാരണവന്മാരെ മാത്രമല്ല, നാട്ടിലെ അലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും മാത്രമല്ല, സർവ്വ ഇമാമീങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടിയ സർവ്വ ഇമാമീങ്ങളെയും സർവ്വ സഹാബികളെയും സർവ്വ അമ്പിയാക്കളെയും എല്ലാവരെയും അവർ ഇൻസൾട്ടാക്കിയില്ലേ? ചോദിക്കട്ടെ, ഇങ്ങനെ അല്ലാഹു ബഹുമാനിച്ച മുഴുവനുകളെയും നിസ്സാരപ്പെടുത്തുന്ന ഒരു കക്ഷി ഈമാനോടെ ഭരിക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? അതിന് വകുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് പേരോടിന്റെ വകയിലല്ല. സഹീഹുൽ ബുഖാരിയിലെ ആവർത്തിച്ചുള്ള ഹദീസാണ്. മൻ അഹദസ, വല്ലവനും പുത്തൻവാദിയായാൽ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ, സുന്നി എന്ന ആദർശത്തിൽ നിന്ന് പുറത്തു പോയാൽ, മൻ അഹദസ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല. ഈ നിലക്കുള്ള ഈ ഇൻസൾട്ടാക്കുന്ന പദ്ധതിക്കാരനായ പുത്തനാശയക്കാരനെ, അമ്പിയാക്കളെയും മൗലിയാക്കളെയും നിസ്സാരപ്പെടുത്തുന്നവരെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെ ഇൻസൾട്ടാക്കുന്നവരെ, ഇന്നുവരെയുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറും മുബ്തദിയുമായി പ്രഖ്യാപിക്കുന്നവരെ ആരെങ്കിലും പിന്തുണച്ചാൽ സ്വന്തം സുന്നി തന്നെ, പക്ഷെ അവരെ പിന്തുണക്കുന്നുണ്ട്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്, അവർക്ക് അഭയം നൽകുന്നുണ്ട്,
അങ്ങനെ ഒരു മനുഷ്യനായി പോയാൽ സുന്നിയാണെങ്കിൽ തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും ഒരേ അർത്ഥത്തിൽ കൂട്ടിയിട്ടാ പറയുന്നത്. മൻ അഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിയെ കൂട്ടിപ്പിടിച്ചാൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, പുതിയ ആശയക്കാരന് അവൻ ആവശ്യമുള്ള ഒത്താശ ചെയ്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇനി പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ഉദ്ധരിക്കുകയാണ് ഈ സാധുവായ ഞാൻ. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഈ പാവപ്പെട്ടവന്റെ നാവ് കൊണ്ട് പറയാൻ നീ അവസരം തന്നു. അൽഹംദുലില്ലാഹ്. അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞത് പറഞ്ഞ കാരണത്താൽ ഈ നാവിലും അത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. മൻ അഹ്ദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരൻ അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരായ ജനങ്ങളുടെയും ശാപമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല. അവൻ 5 നേരം നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ റമദാൻ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ സകാത്ത് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകരുതെന്ന അങ്ങേയറ്റത്തെ നിർബന്ധം കൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം വകവെക്കാതെ, സ്വന്തം ശരീരത്തിന് ഏറുകിട്ടുന്നത് ശ്രദ്ധിക്കാതെ, സ്വന്തം ശരീരത്തിന്റെ മുമ്പല്ല് പൊട്ടിത്തെറിക്കുമ്പോ അത് വകവെക്കാതെ, അവിടുത്തെ തലപൊട്ടി ചോര ഒലിക്കുമ്പോ അതിന് വില കൽപ്പിക്കാതെ ഈ സമുദായം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചോരയില്ലതാ ശത്രുക്കൾ മുക്കിയപ്പോഴും ക്ഷമിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനം നടത്തിയ റഹ്മത്തുല്ലിൽ ആലമീൻ, ഖായിദുൽ ഗുർദിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, ആഖിദു ഐദീനാ وملجأنا شفيع الورى محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലാഹുവിന്റെ ലഅനത്ത് ലഭിക്കാതിരിക്കാൻ അറിയാമല്ലോ സുഹൃത്തുക്കളെ. അതേ ആദം നബിയെ ഇൻസൾട്ടാക്കിയ ഇബ്ലീസിനോട് ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, എന്റെ ലഅനത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത്. ആ അല്ലാഹുവിന്റെ ലഅനത്തിന് കാരണമാകാതിരിക്കാൻ, അമ്പിയാക്കളെയും മലക്കുകളെയും ലഅനത്തിന് പാത്രമാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ ഖൽബിൽ ഓർമ്മ വേണേ. ഈമാൻ അല്ലാഹു തന്ന സമ്പത്താണ്. അത് നശിച്ചാൽ അതിന് പകരം മറ്റൊന്ന് ലഭിക്കാനില്ല. ഓ സഹോദരന്മാരെ, നമ്മളുടെ ഈമാൻ അതാണ് നമുക്ക് ഏറ്റവും വലുത്. അതിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ പെട്ടുപോകരുത്. പരിശുദ്ധ ഖുർആൻ എഴുതിയ കടലാസ് ഒരു മനുഷ്യൻ കഫത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി. കാരണം ബഹുമാനിക്കേണ്ടതിനെ നിസ്സാരപ്പെടുത്തി. അവൻ ഈമാൻ പോയി. ഈമാനുള്ളവൻ അത് ചെയ്യൂല. ഒരാൾ പള്ളി കയറിയിട്ട് കാർക്കിച്ചു തുപ്പിയാൽ
അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരു ഈമാനുള്ളവൻ അത് ചെയ്യൂല. ഇങ്ങനെ അല്ലാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തിയാൽ എത്രത്തോളം ഒരു പണ്ഡിതന്മാരെ വേഷം ധരിച്ച്, പണ്ഡിതന്മാരെ പരിഹസിച്ച്, ആലിമീങ്ങളെ പരിഹസിച്ച് ഒരാൾ ഒരു നാടകം കളിച്ചാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി, ഇൽമിനെ നിസാരപ്പെടുത്തിയതുകൊണ്ട്. അപ്പൊ നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ജീവിതം അത് വല്ലാത്ത ജീവിതമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ കാദു യഖ്തതിലൂന അലാ വുളൂഇ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു എടുത്ത അവശിഷ്ടമായ വെള്ളം, ആ വെള്ളം കിട്ടാൻ സഹാബത്ത് ഉന്തും തിരക്കും കൂട്ടി. എന്നിട്ട് യതമസ്സഹൂന ബിഹി, ആ വെള്ളം തൊട്ട് ശരീരത്തിൽ പുരട്ടുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ തിരക്കൊണ്ടൊരാൾക്ക് കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖീഹി, അവന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടുന്നു. എന്താണ് ഇത് സാധനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള രോമമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമല്ല, ശരീരം കഴുകിയ വെള്ളത്തിന്റെ അവശിഷ്ടം. അത് കിട്ടാൻ സഹാബത്ത് ഒന്നും തർക്കം കൂട്ടുന്നു. ആളുകൾക്ക് ഇത് കേൾക്കുമ്പോ ഈമാനില്ലാത്തവന് പരിഹാസം തോന്നും. അവൻ കാർട്ടൂൺ വരക്കും, അവൻ അതുപോലെ പരിഹസിക്കും. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട രോമം വെള്ളിയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുന്നു. അതെടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കാൻ കൊടുക്കുന്നു. ഇമാം ബുഖാരി തുടങ്ങിയ മഹാന്മാരാ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തി അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ജുബ്ബ കുപ്പായം കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് നഹനു നഗ്സിലുഹാ ലിൽ മർവാ നസ്തശ്വീ ബിഹാ, ഈ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ സഹാബത്തിന്റെ വിശ്വാസമുള്ളവരാണ് സുന്നത്ത് ജമാഅത്ത്. അതില്ലാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ മനസ്സിന്റെ ഉള്ളിൽ ഈമാനില്ലാത്ത ജനങ്ങൾ പറയും അനുമിനു കമാ ആമനസ്സുഫഹാ, ഇവര് ഭൂഷന്മാര്, വിഡ്ഢികള്, ബുദ്ധിയില്ലാത്തവര്, ചിന്തയില്ലാത്തവര്, ഇവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളില്ല എന്ന് മുനാഫിക്കുകൾ പറയുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും നിസ്കാരത്തിന് പള്ളിയിൽ വരികയും സക്കാത്ത് പരസ്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് തന്നെയാണ് മുനാഫിഖ് എന്ന് ഖുർആൻ പറഞ്ഞത്. പക്ഷേ അവരെ മനസ്സിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, മഹാന്മാരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, മഹത്വമുള്ളതിനെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. മുസ്ഹഫ് തൊടാൻ ഒതു വേണമെന്ന് സുന്നത്ത് ജമാഅത്ത് പറയുമ്പോ മുസ്ഹഫ് എടുക്കാൻ ഒതു വേണ്ട എന്ന് പറയുന്നവരില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്തല്ലേ. ബഹുമാനിക്കേണ്ട മുഴുവൻ സംഗതിയെയും അനാദരിക്കുകയാണ്.
ആണ്. മഹാന്മാര് കിടക്കുന്ന സ്ഥലത്ത് ആദരിക്കണമെന്ന് പറയുമ്പോ അതിനെ ഇൻസൾട്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ? അനാദരിക്കുകയാണ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് മുസ്ലിമിന്റെ മയ്യിത്തിനൊരു ആദരവാണ്. അതുകൊണ്ട് ചൊല്ലൽ നിർബന്ധമാണെന്ന് വരെ ചില പണ്ഡിതന്മാർ, അതേ ബുജൈരി പോലുള്ള കിതാബുകൾ, ബാജൂരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാര് കണ്ടില്ലേ, വലൗ ഖീല ബിവുജൂബിഹി ലം യബ്ഉദു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടുപോകൽ അത് പതിവുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ അത് നിർത്തണമെന്ന് വല്ലവനും പറഞ്ഞാൽ പോകട്ടെ. അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് വിദൂരമല്ല, വുജൂബാണെന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് വരെ ഇമാമിങ്ങൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാ നരകത്ത് കടക്കൂന്ന് പറയുന്നവരില്ലേ? മയ്യിത്തും വെച്ചിട്ട് മാതൃഭൂമി വായിച്ചാ കുഴപ്പമില്ല, അതേസമയത്ത് ഖുർആൻ ഓതിയാല് കുഴപ്പമാണെന്ന് പറയുന്നവരില്ലേ? ആദരിക്കേണ്ടതിനെ മുഴുവനും നിസ്സാരപ്പെടുത്തുന്നവൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുമെന്നതിൽ സംശയത്തിന് അവകാശമുണ്ടോ? അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ ലഅനത്ത്, മഹാന്മാരുടെ ലഅനത്ത്, മലക്കുകളുടെ ലഅനത്ത്, ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ബുഖാരിയിൽ എത്ര സ്ഥലത്താണ് ഈ ഹദീസ് ആവർത്തിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് കുടുംബബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് നമ്മുടെ ഭാര്യമാരെ സ്നേഹിച്ച് അവർക്ക് നന്മ ചെയ്ത് അവരെ പീഡിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ, ഓ സഹോദരിമാരെ ഭർത്താക്കന്മാരെ വഞ്ചിക്കാതെ, ഓ ചെറുപ്പക്കാരെ ബാപ്പ ഉമ്മയെ അവഗണിക്കാതെ, ഓ കാരണവന്മാരെ മക്കളോട് വിവേചനം കാണിക്കാതെ, ഓ കുട്ടികളെ പ്രായമുള്ളവരെ ആദരിച്ച്, ഓ കാരണവന്മാരെ കുട്ടികളോട് കാരുണ്യം കാണിച്ചു. അതേ സർവ്വജനങ്ങൾക്കും നന്മ ചെയ്ത് ഭീകരവാദിയാകാതെ, തീവ്രവാദിയാകാതെ, അതേ വർഗീയവാദിയാകാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഇസ്ലാം, അത് നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഇസ്ലാം, അത് പരിപൂർണമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണേ. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണേ. അല്ലാഹുവിനോടുള്ള സംഭാഷണത്തിനിടയിലും ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ലേ നിസ്കാരത്തിൽ? പോരാ, മദീനയിൽ കിടക്കുന്ന നേതാവിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ അവസരത്തിൽ വിളിച്ച് സലാം പറയുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. അത് ഞാൻ മദീനയിൽ വഫാത്തിന് ശേഷം അറിയും. അവർക്കൊക്കെ ഞാൻ സലാം മടക്കുമെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്? ആ സലാം പറയേണ്ടുന്ന, സലാത്ത് ചൊല്ലേണ്ടുന്ന, റബ്ബുമായി സംഭാഷണം നടത്തുന്ന നിസ്കാരം ഒരൊറ്റ ഒന്നും ഖളാക്കല്ലേ ചെറുപ്പക്കാരേ, കാരണവന്മാരേ, ഉമ്മമാരേ. റബ്ബുമായുള്ള സംഭാഷണമാണത്. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ദിവസം നിസ്കാരമില്ലാതെ നമുക്കങ്ങോട്ട് വിജയത്തിന് കാരണമില്ല. കഴിവുള്ള ഒരു സക്കാത്ത് നൽകണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളെ ബഹുമാനിക്കണം, എല്ലാവർക്കും നന്മ ചെയ്യണം, നല്ലവരായി ജീവിച്ച് ഭരിക്കണം. അല്ലാഹുവേ, എല്ലാ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. നിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാതെ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയ വല്ലവരും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹുവേ മറ്റൊരാളെയും ചീത്ത പറയാതെ, തെറി പറയാതെ, ആരെയും അതാ ദുഷിക്കാതെ, ശപിക്കാതെ
മനസ്സിലാകാതെ എല്ലാവർക്കും സത്യത്തിന്റെ വെളിച്ചം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എത്തിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരേ സമയത്ത് തന്നെ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരുണ്ട്, നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്. അവരെ മനസ്സും നാവും നീ നന്നാക്കണേ അല്ലാഹ്. ഒരു നല്ല വിത്ത്, അത് നല്ല വിത്താണ്. ആ വിത്ത് കൊണ്ടുവന്ന് വിതക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ആരോഗ്യം കുറവാണെങ്കിലും, അദ്ദേഹത്തിന്റെ ഡ്രസ്സ് മുഷിഞ്ഞതാണെങ്കിലും, അദ്ദേഹം വൃത്തിയില്ലെങ്കിലും, അദ്ദേഹം കൊണ്ടുവന്ന് നടുന്ന വിത്ത് നല്ലതാണെങ്കിൽ ആ വിത്ത് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ആ വിത്ത് മുളക്കുകയും അതിന്മേൽ ഫലം കഴിക്കുകയും ചെയ്യും കേട്ടോ. ഈ വിത്തിടുന്നവനിലേക്ക് നോക്കേണ്ടതില്ല. ഇതുപോലെ പറയട്ടെ, പറഞ്ഞത് ഖുർആനാണ്, പറഞ്ഞത് ഹദീസാണ്, പറഞ്ഞത് ദീനാണ്, ഇൽമാണ്, നൂറാണ്. അത് പറയുന്ന ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും ഈ വിത്ത് വളക്കൂറുള്ള മണ്ണിലാണ് വീഴുന്നതെങ്കിൽ അത് ഫലവത്താണ്. അതേ സമയത്ത് നല്ല വൃത്തിയുണ്ട്, പാന്റ് ധരിച്ചിട്ടുണ്ട്, ഷൂ ധരിച്ചിട്ടുണ്ട്, ടൈ ധരിച്ചിട്ടുണ്ട്, ഇൻസൈഡാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് നല്ല വൃത്തിയുണ്ട്, അല്ലെങ്കിൽ വെള്ളവസ്ത്രം, വെള്ളക്കുപ്പായം, വെള്ളത്തലേക്കെട്ട് മുഴുവൻ എല്ലാ സംവിധാനവും എല്ലാ ഭംഗിയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇടുന്ന വിത്ത് മുളക്കാത്ത വിത്താണെങ്കിൽ, അല്ലെങ്കിൽ വിത്തിടുന്ന സ്ഥലം കരിങ്കല്ലാണെങ്കിൽ, ആ ഇടുന്ന മനുഷ്യനെത്ര വൃത്തിയുണ്ടെങ്കിലും ആ വിത്ത് മുളക്കൂല കേട്ടോ, ഫലം ലഭിക്കൂല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കി നമ്മൾ അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് എന്റെ സഹോദരീ സഹോദരന്മാരോട് ഈ സമയത്ത് ഉണർത്തട്ടെ. ലന്നുസുഹു യൻഫഉ സിൻദിറൻ ലിശഖവതിഹി ബൽ കാന യഖ്റുജു അൻ യുദീല ബിൽലിബരി يمزق القرد صفورا للصفارية إذا له نصحت في بابل المطر. നല്ല മഴയത്ത് ഒരു നല്ല പക്ഷി വീടുണ്ടാക്കി താമസിക്കുമ്പോ ആ വീടുണ്ടാക്കി താമസിക്കുന്ന പക്ഷി വീടുണ്ടാക്കാതെ പോകുന്ന കുരങ്ങിനെ ഉപദേശിച്ചാൽ കുരങ്ങ പക്ഷിയുടെ വീട് വലിച്ചെറിയുമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അതുപോലെ ഹൃദയം ചീത്തയായി പോയ ജനങ്ങൾക്ക് ഏത് ഉപദേശം ചെയ്താലും ഉപദേശം ചെയ്തവനോട് വൈരാഗ്യം വർദ്ധിക്കുകയല്ലാതെ, അവരെ എങ്ങനെയുണ്ട് തുരത്താനെന്ന് ചിന്തിക്കുകയല്ലാതെ അവരൊരിക്കലും വീട് നിർമ്മിക്കാൻ തയ്യാറാകൂല. ഇങ്ങനെയും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഇന്നൽ ഖാനാഫി സൈദി മമസ്സഹഅതുരു മാതത്തിലി ഖൈശൂബിഹാദുതി ബിലം യഖൂമി മൻ കാന ആദാതുഹും ഫസാനു സഹതുഹും ഖിത്റി സബ്ബു മുദാബൻ ഫീ സിമാഖിഹിമി. അതേ വളരെ മോശമായ ആശയത്തിൽ തന്നെ മുഴുകിപ്പോയൊരു മനുഷ്യൻ, മോശമായ പ്രവർത്തനങ്ങളിൽ മുഴുകിപ്പോയൊരു മനുഷ്യൻ, അവന് പലപ്പോഴും ഉപദേശം ഫലം ചെയ്യൂല. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഉദാഹരണം അറിയാമല്ലോ. എപ്പോഴും അതാ ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടി, ആ വണ്ടിനെ ഒരു മനുഷ്യനൊരൽപ്പം അത്തറ് മണപ്പിച്ചു കൊടുത്താൽ ആ അത്തറിന്റെ മണം അതിന് പിടിക്കൂല. ആ വണ്ടി അത്തറ് മണപ്പിച്ചു കൊടുത്താൽ ചത്തുപോകും. കാരണം അതിന് ഈ ഉണക്ക് പിട്ടയുടെ ദുർഗന്ധമേ അതിന്റെ മൂക്കിന് പിടിക്കൂ. ഇതുപോലെയും ലോകത്തെ ചില മനുഷ്യരുണ്ട്, നല്ല ഉപദേശം അവർ സ്വീകരിക്കൂല. നമ്മളെ കൂട്ടത്തിൽ പെട്ടുപോകാതെ അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്നവരാകണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യട്ടെ. മഹാനായ സയ്യിദുനാ
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു വലിയ പണ്ഡിതനായിരുന്നു. ആ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യൻ മരണമാസന്നമായ സമയത്ത് സമീപത്തിയെന്ന് യാസീൻ സൂറത്ത് ഓതാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതുന്ന സമയത്ത് ഈ ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു, വേണ്ട, എന്റെ അടുക്കൽ ഖുർആൻ ഓതണ്ട, പഠിച്ചവരെ ഇവൻ എന്തു പറ്റിപ്പോയി, ആഖിബത്ത് നന്നായി മരിക്കാൻ സൂറത്ത് യാസീൻ ഓതുമ്പോ അത് വേണ്ടെന്ന് പറയുന്ന കൂട്ടത്തിലല്ലേ ഇവൻ പെട്ടുപോയത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്നാലും അവസാനം ആഖിബത്തൊന്ന് നന്നാകട്ടെ എന്ന നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ആ ശിഷ്യന്റെ മറുപടി ലാ ഖൂലു ദാലിക, ഞാനത് ചൊല്ലൂല, ഞാനത് പറയൂല. അങ്ങനെ പറഞ്ഞുകൊണ്ടവന്റെ ജീവൻ പോയി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് വലിയ ടെൻഷനായി പോയി. എന്റെ ശിഷ്യന്മാരിൽ വലിയ പ്രഗൽഭനല്ലേ ഇവൻ, ഈ മനുഷ്യന്റെ ആഖിബത്ത് ഇങ്ങനെയായി പോയതെന്താണ് അല്ലാഹ്? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ 40 ദിവസത്തോളം വീട്ടിൽ നിന്ന് ജുമാ പോലുള്ള നിർബന്ധ വിഷയത്തിനല്ലാതെ പുറത്തു പോകാത്ത വിധം ടെൻഷനോടെ ഇരുന്നു പോയി. ഒരു ദിവസം അതാ ശിഷ്യന് സ്വപ്നം കാണുന്നു. സ്വപ്നത്തിലതാ ശിഷ്യനെ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചുകൊണ്ടുപോകുന്നത് കാണുന്നു. മഹാന്മാരുടെ സ്വപ്നം വഹയിന്റെ ഭാഗമാണെന്ന് ഹദീസിലുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ സ്വപ്നത്തിൽ കേട്ടതാണ് ആ വാചകം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ അവിടുന്ന് അംഗീകാരം കൊടുത്തിട്ടാണ് ബാങ്ക് സുന്നത്തായത്. ഫത്വൽ മുഈനോദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മഹാന്മാരുടെ സ്വപ്നം അത് സാധാരണക്കാരുടെ സ്വപ്നം പോലെ അല്ല. ഇരിക്കട്ടെ, അല്ലെങ്കിൽ ബാങ്കിനെ പോലും ഫത്ഹുൽ മുഈൻ പോലും തള്ളിപ്പറയേണ്ടി വരും. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കാൻ സ്വപ്നം കണ്ടു എന്ന് നമ്മൾ കേട്ടതാണ്, ഖുർആൻ പറഞ്ഞതാണ്. എല്ലാവരുടെ സ്വപ്നവും ഒരുപോലെയല്ല. ഇരിക്കട്ടെ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ഇത് കണ്ടപ്പോ വേദനയോടെ ചോദിച്ചു, മോനെ നിനക്കെന്ത് സംഭവിച്ചു പോയി? നീ എന്റെ ശിഷ്യന്മാരിൽ പ്രഗൽഭനല്ലേ, നിന്റെ ആഖിബത്ത് ചീത്തയായി പോയതെന്തേ? സങ്കടത്തോടെ ചോദിക്കുമ്പോ ആ ശിഷ്യന്റെ മറുപടി, ഉസ്താദേ 3 തെറ്റുകൾ എന്നിൽ വന്നുപോയി. 3 തെറ്റുകൾ വന്നുപോയി. ഒരു തെറ്റെന്താണ്? ഒരു തെറ്റ്, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ഡോക്ടർമാര് പലരും അതേ ചികിത്സിച്ചു മാറിയില്ല. അവസാനം ഒരു വൈദ്യര് പറഞ്ഞു, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു കോപ്പ കള്ള് കുടിക്കണം, ലഹരി ഉപയോഗിക്കണം. അങ്ങനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം രഹസ്യമായി ഞാനൊരു കോപ്പ കള്ള് കുടിച്ചു പോയി ഉസ്താദേ. മറ്റൊരു കാര്യം, ഞാനിതാ മറ്റുള്ളവരോട് അസൂയ വെച്ചു. ആ അസൂയ വെച്ചതോടുകൂടി ഞാൻ ഫിത്നയും ഫസാദുമായി നടന്നു. അങ്ങനെയാണ് പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ വിരോധികളുടെയും അവസ്ഥ ഭിന്നിപ്പുണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ നടത്തലാണ്. അദ്ദേഹം പറയുകയാണ്, ഉസ്താദിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറയും, ഉസ്താദ് നിങ്ങളെ കൊണ്ട് ഇന്ന തകരാറുകൾ ദോഷങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ എന്റെ വകയിൽ പറയും. ഉസ്താദിനോട് ഞാൻ വന്ന് പറയും, നിങ്ങളെ ശിഷ്യൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ അവപരിച്ചു പറഞ്ഞു എന്ന് പറയും. അങ്ങനെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമീമത്ത് പറഞ്ഞു. ഉസ്താദേ, മുതഅല്ലിമീങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും, ആലിമീങ്ങളോടും ഇൽമിനോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്നതിന് പകരം അവരോട് അസൂയ വെച്ചു, വൈരാഗ്യം വെച്ചു, അവരോട് പക തീർക്കാൻ കുതന്ത്രങ്ങൾ മെനഞ്ഞു, ഫിത്നയും ഫസാദും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തതിന്റെ പേരിൽ ഉസ്താദേ
മരിക്കുമ്പോൾ ഖുർആൻ കേൾക്കുന്നതിന് പകരം ഖുർആനിനോട് വിരോധം തോന്നിപ്പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉസ്താദ് ചൊല്ലിത്തരുമ്പോ അത് ഉച്ചരിക്കുന്നതിന് പകരം ലാ ഖൂലു ദാലിക, ഞാനത് പറയൂല എന്ന് പറഞ്ഞ് എന്റെ അന്ത്യം സംഭവിച്ചുപോയി. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്ക് തന്ന ഈമാനിന്റെ വെളിച്ചം അത് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല. അതിന്റെ നേട്ടം 60 കൊല്ലമല്ല, 6000 കൊല്ലമല്ല, 60,000 വർഷമല്ല, 6 ലക്ഷമോ 60 ലക്ഷമോ, 6 കോടിയോ 600 കോടിയോ, എത്രയോ കോടിക്കോടി വർഷമോ അല്ല. അവസാനിക്കാത്ത കാലം, ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബാ. കാലകാലം താമസിക്കുന്നു സ്വർഗത്തിൽ. അവിടെ ഭാര്യമാർ ആരോഗ്യമില്ലാത്തവരില്ല, രോഗമുള്ളവരില്ല, മുഖം ചുളിഞ്ഞു പോകലില്ല, ഭർത്താക്കന്മാർ അനാരോഗ്യം പിടിപെടലില്ല, 33 മേലെ പ്രായമില്ല. അവിടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിന് ഒരു ഞെരുക്കവുമില്ല. അവിടെ ഒരണക്കെട്ടും പൊട്ടുന്നത് ഭയപ്പെടേണ്ടതില്ല. ഒരു സൂര്യന്റെയും ചൂട് അനുഭവിക്കുന്നില്ല, തണുപ്പ് കൊണ്ട് വിറക്കുന്നില്ല, സന്തോഷമല്ലാതെ ഇല്ല. ആ കാലകാലം കടക്കേണ്ട സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പ്രസ്ഥാനങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ മറുചേരിയിലുള്ള ഏത് പേരിലാണെങ്കിലും ശരി മുഴുവൻ ആശയങ്ങളും കേട്ടോ. ദുനിയാവിൽ ജീവിക്കുമ്പോ സ്നേഹബന്ധത്തിന്റെ പേരിലോ, രാഷ്ട്രീയത്തിന്റെ പേരിലോ, ബിസിനസിന്റെ പേരിലോ, കുടുംബത്തിന്റെ പേരിലോ, മറ്റെന്തെങ്കിലും ബന്ധത്തിന്റെ പേരിലോ അതിനെ തുണച്ച് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തരുതേ മുസ്ലിമീങ്ങളെ. ഇതീ പാവപ്പെട്ടവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളും വരൂ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും വരൂ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരും, മുഴുവൻ അമ്പിയാക്കളും വരും, എല്ലാ ഔലിയാക്കളും വരും, മുഴുവൻ സഹാബത്തും വരും. ഈ പാവപ്പെട്ടവൻ മുതൽക്ക്, ഞാൻ നേരത്തെ പേര് പറഞ്ഞ പുല്ലൂക്കര ഉസ്താദ് അവരുകൾ മുതൽക്ക് സുബ്ഹാനല്ലാഹ് 11 റക്അത്ത് വിത്ർ ദിനേന നിസ്കരിക്കാറുള്ള, 8 റക്അത്ത് ദുഹാ ദിനേന നീണ്ട നിസ്കാരം നിർവഹിക്കാറുള്ള ഉസ്താദ് തഹജ്ജുദിന് വേണ്ടി ഒതുവെടുത്ത് പാതിരക്ക് പള്ളിയിൽ കയറി വീട് മരണപ്പെട്ടുപോയി. അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ, നെല്ലിക്കുത്ത് ഉസ്താദും അബ്ദുള്ള ഉസ്താദും ഉണ്ണിച്ചാലി ഉസ്താദും ഒരുപാട് ഉസ്താദുമാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ, അവരുടെയൊക്കെ ദറജകളെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഒരുപാട് സയ്യിദന്മാര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി, അവരുടെ ദറജകൾ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ പഠിപ്പിച്ച ബാപ്പ, ഞങ്ങളെ പോറ്റിയ ഉമ്മ, ഞങ്ങളെ വളർത്തിയ പലരും മരണപ്പെട്ടുപോയി. ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ച പലരും മരിച്ചുപോയി. ഞങ്ങളെല്ലാവരെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഉസ്താദുമാരുടെ ശൃംഖലയോടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ സർവ അമ്പിയാക്കളും ഒരുമിച്ച് കൂടുന്നൊരു സദസ്സ്. മറുഭാഗത്ത് അബൂജഹൽ, ശൈബത്ത്, ഫിർഔൻ, ഉംറൂദ്, ഖാറൂന് തുടങ്ങിയ അമ്പിയാക്കൾ, ഔലിയാക്കളെ വിരോധികൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള ഭരണാധികാരിയല്ലേ മാലിക് യൗമിദ്ദീൻ. ആ മനുഷ്യന് നന്മതിന്മയുടെ പ്രതിഫലങ്ങൾ കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്
അവന്റെ കോടതിയിൽ ഈ പാവപ്പെട്ടവൻ വരും, നിങ്ങൾ വരും, എല്ലാ ആളുകളും വരും. അവിടെ സ്വാധീനത്തിന് വിലയില്ല, പണത്തിന് വിലയില്ല. ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, തവാളുണ്ടോ, താഴ്മയുണ്ടോ, വിനയമുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചിട്ടുണ്ടോ? അമ്പിയാക്കളെ പ്രിയം വെച്ചിട്ടുണ്ടോ? ഔലിയാക്കളെ പ്രിയം വെച്ചിട്ടുണ്ടോ? ആലിമീങ്ങളെ ആദരിച്ചിട്ടുണ്ടോ? ഇമാമീങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ അതാ യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ഈ ആയത്തിന്റെ തഫ്സീർ കണ്ടില്ലേ? സഹാബത്ത് പറഞ്ഞ തഫ്സീർ യൗമ തബിയദ്ദു വജൂഹു അഹ്ലിസ്സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന കോടതിയാണത്, പ്രകാശിക്കുന്ന കോടതിയാണത്. വതസ്വദ്ദു വജൂഹു അഹ്ലിൽ ബിദ്അത്തി വദ്ദലാല. സുന്നി വിരുദ്ധരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന കോടതിയാണത്. ആ കോടതിയിൽ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുമിച്ച് കൂടാറുണ്ടെന്ന ബോധത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, പ്രചരണത്തിനു വേണ്ടി ആരെയും ആക്രമിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരെയും ചീത്ത പറയാതെ, തെറി പറയാതെ, ശപിക്കാതെ, തെറ്റിദ്ധരിച്ചു പോയവരൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് വരണം എന്ന ഏറ്റവും നല്ല നീയത്തോടെ നിങ്ങൾ 25 വർഷം പ്രവർത്തിച്ചതിന്റെ പുറമെ ഇനിയും നൂറ്റാണ്ടുകൾ പ്രവർത്തിക്കാൻ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്കും അവരുടെ പിൻഗാമികൾക്കും നമുക്കും അല്ലാഹു തആല നമ്മുടെ പിൻഗാമികൾക്കും തൗഫീഖ് നൽകട്ടെ.